ഫൈനലി നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുകയാണ് OnePlus 15R. ബിഗ് ബോക്സ് ആണ്. എന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്യാം. ഒരുപാട് പേര് ഫാൻസ് ഉള്ള ഒരു സീരീസാണ് ഈ OnePlusന്റെ 6 സീരീസ്. കഴിഞ്ഞ വർഷത്തേക്ക് അടിപൊളി ഫോണുകളായിരുന്നു. സോ ഇത്തവണയ്ക്ക് വരുമ്പോൾ OnePlus 15R എങ്ങനെയാണെന്നുള്ള കാര്യം വിശദമായിട്ട് തന്നെ നോക്കാം. ഇതിനകത്ത് കുറച്ചധികം ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഒന്നൊന്നായിട്ട് നോക്കാം. ആദ്യം തന്നെ നമ്മൾ വലിയ ബോക്സ് അങ്ങോട്ട് സൈഡ് ഓപ്പൺ ചെയ്യുമ്പോൾ 2 കമ്പാർട്ട്മെന്റുകൾ കാണുന്നുണ്ട്. അടിയിലത്തെ കമ്പാർട്ട്മെന്റ് നമ്മൾ ജസ്റ്റ് ഇങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് 2 കേസാണ് വരുന്നത്. ഒരെണ്ണം ഒരു ഗ്രില്ല് പോലത്തെ ഒരു ടൈപ്പ് കേസാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം അതിൻ്റെ ഒരു ഡിസൈൻ കണ്ടോ. മാഗ്സേഫ്, അതായത് മാഗ്നറ്റിക് സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കണം, നിങ്ങൾക്ക് ഫോൺ ടപ്പം കിട്ടില്ല. ഫോൺ ടപ്പം കിട്ടുന്നത് വേറെ, ഞാൻ കാണിച്ചു തരാം. അടുത്ത കേസ് നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അത് അതും ഈ പറഞ്ഞ പോലെ മാഗ്നറ്റിക് സംഭവങ്ങളൊക്കെ വെക്കാനുള്ള സംവിധാനം ഉണ്ട്. ഒരു റഫ് ബാക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ രണ്ടാമത്തെ കേസിന് കേട്ടോ. സോ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇങ്ങനെയാണ് എൻ്റെ എക്സ്പീരിയൻസ്. അടുത്ത ഒരു കമ്പാർട്ട്മെൻറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ഒരു കീ ചെയിൻ, സിം ടൂൾ അടക്കമുള്ള ഒരു കീ ചെയിൻ, പിന്നെ നമുക്ക് വേണമെങ്കിൽ നെവർ സെറ്റിലെന്ന് മേത്തൊട്ടിച്ച് വെച്ചുകൊണ്ട് നടക്കാൻ വേണ്ടിയിട്ട് ഒരു സാധനം. മെയിൻ കമ്പാർട്ട്മെൻറ്റ് തുറക്കുമ്പോൾ നമുക്ക് ആ മെയിൻ ഫോൺ കിട്ടുന്നത്. പിന്നെ അതിനകത്ത് ഒരു ഇൻവിറ്റേഷൻ ഇരിക്കുന്നുണ്ട്, അവരുടെ December 17 ബാംഗ്ലൂരിൽ ഇവൻ്റ് എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ വലിയ ബോക്സ് നമുക്കുള്ളതാണ്, നിങ്ങൾക്ക് കിട്ടില്ല. നിങ്ങൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നത് ഈ നോർമൽ ബോക്സ് ആയിരിക്കും. ഇതിനകത്ത് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മുകളിൽ നേരെ ഒരു ചെറിയ ബോക്സ്, നെവർ സെറ്റിൽ അതിനകത്ത് സാധാരണ കേസ് കണ്ടോ. ഇതാണ് നിങ്ങൾക്ക് കിട്ടുന്ന കേസ്. ഇത് നല്ല കേസാണ് കേട്ടോ, നല്ല നോർമൽ സാധാരണ കേസാണ്. മറ്റേ മാഗ്നറ്റിക് ഒക്കെ ഉള്ള ഒരു കേസാണത്. ഇത് കഴിഞ്ഞാൽ നേരെ ഫോണാണ് നമ്മുടെ കയ്യിലിടുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് OnePlus 15R. ഒക്കെ പ്രീമിയം ലെവലിൽ തന്നെ ഇരിക്കുന്നത്. ഫോണിലേക്ക് വരാൻ മുമ്പ് ബോക്സിൽ ചാർജർ 80 വാട്ടിൻ്റെ ചാർജറുണ്ട്. Type C to Type A കേബിൾ വരുന്നുണ്ട്. പിന്നെ സിം ടൂൾ ഇരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബോക്സിൽ. ബോക്സ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാണ് OnePlus 15R നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഡിസൈൻ നിങ്ങൾക്ക് കാണാം. 15ഉമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയാൽ ഏകദേശം അതേപോലെ തന്നെ ഇരിക്കുന്നുണ്ടല്ലേ. രണ്ടും തമ്മിൽ നല്ല മാച്ച് ഉണ്ട്. അപ്പോൾ നല്ല പ്രീമിയം ലെവലിലാണ്. ഇതിൻ്റെ ഡിസൈനിൻ്റെ ഭാഗം ഞാനൊന്ന് കാണിക്കാം ക്ലോസ് ആയിട്ട്. ക്യാമറ മോഡ്യൂളും കാര്യങ്ങളും ബാക്ക് ഡിസൈനൊക്കെ കാണാമല്ലോ. ഗ്ലാസ് ഡിസൈനാണ്, ഗ്ലാസ് സാൻഡ്വിച്ചാണ്. നടുവിൽ മെറ്റൽ ഫ്രെയിമാണ് വരുന്നത്. ഫ്രണ്ട് ബാക്ക് ഗ്ലാസ്. താഴെ സ്പീക്കർ ഗ്രില്ല്, Type C പോർട്ട്, മെയിൻ മൈക്രോഫോൺ, ഡുവൽ നാനോ സിം ആണ്. മെമ്മറി കാർഡിൻ്റെ ഓപ്ഷൻ ഇല്ല. റൈറ്റ് സൈഡിൽ വോളിയം ബട്ടൺ, പവർ ബട്ടൺ, ടോപ്പിൽ നോയ്സ് ക്യാൻസലിംഗ് മൈക്രോഫോൺ, അതേപോലെ തന്നെ സ്പീക്കർ ഗില്ല്, ഡുവൽ CU സ്പീക്കർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്പീക്കർ ഗില്ലൊക്കെ കാണാം. ലെഫ്റ്റ് സൈഡിൽ പ്ലസ് കീ, അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഓൾറെഡി ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്, സോ നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഫ്രണ്ട് ഡിസ്പ്ലേ 5 ഹോൾ സെറ്റപ്പ് അടങ്ങുന്ന ഡിസ്പ്ലേ ആണ്. അത് ഈ ബെസിൽസ് ഒക്കെ വളരെ കുറവാണ് കേട്ടോ. തിന്നായി ബെസിൽസ് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. നൈസ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഓവറോൾ ഡിസൈൻ. നല്ല പ്രീമിയം ഫീലുള്ള ഫോൺ. 8.3 mm ആണ് തിക്നെസ്, 219 ഗ്രാമാണ് വെയിറ്റ്. IP66, 68, 69, 69K തുടങ്ങിയ എല്ലാ റേറ്റിംഗും വരുന്നുണ്ട്. Gorilla Glass 7i തന്നെ കൊടുത്തിട്ടുണ്ട് പ്രൊട്ടക്ഷൻ. സോ ഡ്യൂറബിലിറ്റിക്ക് പ്രശ്നമൊന്നുമില്ല. ഏറ്റവും നല്ല വാട്ടർ റേറ്റിംഗ് കാര്യങ്ങളും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു കാര്യം, USB 2 തന്നെ വരുന്നുള്ളൂ. 50 രൂപ താഴെയാണ്. സോ USB 2 കുഴപ്പമില്ല. എന്നാലും USB 3 ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരുന്നു. അത് ഞാൻ എടുത്ത് പറയുകയാണ്. സാധാരണ നമ്മളങ്ങനെ പറയാറില്ല. പക്ഷേ ഇങ്ങനെ നമ്മളത് 50 രൂപ താഴെ ആയതുകൊണ്ട് കുഴപ്പമില്ലാന്ന് എടുത്ത് വിടുമ്പോൾ പലരും നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല എന്ന രീതിയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ എടുത്തെടുത്ത് പറയുകയാണ് ഇനി എല്ലാ കാര്യങ്ങളും. ഇതിൽ ഈ പ്രൈസിൽ നമുക്ക് ഓക്കെ ആണ്. ബട്ട് എന്നാൽ പോലും 3 ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു. അതിൽ തർക്കമൊന്നുമില്ല. അപ്പോൾ ഡിസൈനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ടുണ്ട്. 6.83 ഇഞ്ച് വരുന്ന 1.5K 120 Hz LTPS AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. 120 Hz എന്ന് പറയുന്നത് ആക്ച്വലി 165 Hzന്റെ ഡിസ്പ്ലേ ആണ്. അതായത് നമുക്ക് കൂടിയ റിഫ്രഷ് റേറ്റ് ഗെയിമുകളിൽ കിട്ടും. നോർമൽ യൂസിൽ 120 Hz ആണ്. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. കൂടുതൽ FPS BGMI കളിക്കുകയാണെങ്കിൽ 120 FPS വരെ ഗെയിം കളിക്കാം. അൾട്രാ എക്സ്ട്രീം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നത് ഇവിടെ കാണാം. ഗെയിം പ്ലേ അടിപൊളിയാണ്. സോ അപ്പോൾ നല്ല രീതിയിൽ ഗെയിമുകൾ കളിക്കാൻ പറ്റുന്നുണ്ട്. പെർഫോമൻസ് ഓക്കെയാണ്. എന്തായാലും ഡിസ്പ്ലേയുടെ കാര്യമാണ് പറയുന്നത്. പെർഫോമൻസിലേക്ക് വരുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ പറയാം. HDR+, HDR എല്ലാ കാര്യങ്ങളും നെറ്റ്ഫ്ലിക്സിൽ ഞാൻ കാണിക്കുന്നുണ്ട്. എല്ലാം പക്കാവായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 100% DCI-P3, 1800 Hz ബ്രൈറ്റ്നസ്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളുണ്ട്. LTPS ഡിസ്പ്ലേ ആണ്. സംഭവം ഡിസ്പ്ലേ ക്വാളിറ്റിക്കും കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. 1800 Hz ബ്രൈറ്റ്നസ് ഒക്കെയാണ്. സോ നമുക്ക് ഔട്ട്ഡോർ ഇൻഡോർ വിസിബിലിറ്റി ഒക്കെ ഓക്കെയാണ്. ആകെ ഒരേ ഒരു പ്രശ്നം ഇവിടെ കാണുന്ന ഒരു പോരായ്മ എന്ന് പറയുന്നത് LTPS ഡിസ്പ്ലേ ആണ്. ഇതെന്താണെന്ന് ഓൾറെഡി പലർക്കും അറിയാമായിരിക്കും. വേറെ ഒന്നുമല്ല, നമ്മൾ LTPO ഡിസ്പ്ലേ, ഈ പ്രൈസിലൊക്കെ LTPO ഡിസ്പ്ലേ സുഖമായിട്ട് കൊടുക്കാം. അതാണെങ്കിൽ 1 Hz വരെ നമുക്ക് താഴും ഡിസ്പ്ലേ റീഫ്രഷ് റേറ്റ്. അതായത് ഈ ഹെർട്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് 1 Hz വരെ താഴുന്നതുകൊണ്ട് ഏറ്റവും കുറഞ്ഞ ബാറ്ററി കൺസംഷനേ വരുള്ളൂ. ഇപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ആണെങ്കിൽ എന്താണെങ്കിലും നമുക്കത് ഏറ്റവും കുറഞ്ഞ ഹെർട്സിലേക്ക് എത്തുമെന്നുള്ളതാണ്. പക്ഷേ ഇതിനകത്ത് LTPS ഡിസ്പ്ലേ ആയതുകൊണ്ട് 60 Hz വരെ വരുള്ളൂ. സോ അപ്പോൾ കമ്പാരിറ്റീവ്ലി ബാറ്ററി കൺസംഷൻ കുറച്ച് കൂടുതലായിരിക്കും എന്നുള്ളതാണ്. വേറെ വിഷയമൊന്നുമില്ല. ബട്ട് LTPO ഡിസ്പ്ലേ ആണ് കുറച്ചും കൂടി നല്ലത്. അതൊന്നും അറിഞ്ഞിരുന്നുള്ളൂ. അത്ര മാത്രമേ ഉള്ളൂ പ്രശ്നം. ക്വാളിറ്റിക്കൊന്നും യാതൊരു പ്രശ്നമില്ല. വിഷ്വലൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ ഞാൻ പ്ലേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അടിപൊളി ക്വാളിറ്റിയാണ്. സോ അപ്പോൾ അതാണ് ഡിസ്പ്ലേയുടെ കാര്യം. നല്ല ഡിസ്പ്ലേ ആണ്. ഇനി ഇതിൻ്റെ പെർഫോമൻസ്.
ഇന്ത്യസ് ഫസ്റ്റ് സ്നാപ്ഡ്രാഗൺ 8 Gen 5 വെച്ചുള്ള ആദ്യത്തെ ഫോണാണെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുള്ള ഒരു പെർഫോമൻസ്, നമുക്ക് ഏകദേശം 8 റേഞ്ചുള്ളൊരു പെർഫോമൻസ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. സോ അത്യാവശ്യം നല്ല പെർഫോമൻസ്, എല്ലാതരം ഗെയിമുകളും ഞാൻ കളിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അടിപൊളി പെർഫോമൻസ് ആണ്. പിന്നെ ഇതിൽ 8 Gen 5 മാത്രമല്ല, ടച്ച് റെസ്പോൺസ് ചിപ്പ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ചിപ്പ്, പിന്നെ G2 വൈഫൈ ചിപ്പ്, അങ്ങനെ പറഞ്ഞ ഒരു 3 ചിപ്പ്, 3 ചിപ്പുകൾ ചേർത്തുകൊണ്ടുള്ള ഒരു പെർഫോമൻസും പ്രകടനമൊക്കെയാണ് ഇത് കാഴ്ചവെക്കുക. അടിപൊളിയാണ്, വേറെ വിഷയങ്ങളൊന്നുമില്ല. BGMI ഒക്കെ നിങ്ങളുടെ കാണുന്ന ഒരു അൾട്രാ എക്സ്ട്രീമിൽ നമുക്ക് സെറ്റിംഗ്സ് ഇട്ടുകൊണ്ട് കളിക്കാൻ സാധിക്കും. ഞാൻ കളിച്ചു, നന്നായിട്ട് കളിക്കാൻ പറ്റുന്നുണ്ട്. 12 GB LPDDR5X റാമാണ്, അൾട്രാ റാമാണ് വരുന്നത്. LPDDR5X അൾട്രാ, സോ ഏറ്റവും നല്ല റാമും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. UFS 4.1 ആണ് സ്റ്റോറേജ് വരുന്നത്. 360 ഡിഗ്രി ക്രയോ വെലോസിറ്റി കൂളിംഗ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. സോ കൂളിംഗും വരുന്നുണ്ട്. ഗെയിമിൽ നമുക്ക് അങ്ങനെ കളിച്ചപ്പോൾ ഹീറ്റിംഗ് ഒന്നും വന്നില്ല. സോ അത്യാവശ്യം നിങ്ങൾക്ക് സ്മൂത്ത് ആയിട്ട് നല്ല രീതിക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഒരു നല്ല ഫോണായിട്ട് OnePlus 15R തീർച്ചയായിട്ടും കരുതാം. ഈ കുറച്ച് ദിവസം ഉപയോഗിച്ചതിൽ നമുക്ക് വേറെ ഹീറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളോ പെർഫോമൻസിലെ പ്രശ്നങ്ങളോ ഒന്നും കണ്ടില്ല, നന്നായിട്ടുണ്ട്. സോ അപ്പോൾ ഓവറോൾ സിസ്റ്റം പെർഫോമൻസ് നല്ലതാണ്. 8 Gen 5 കൊള്ളാം. ഞാൻ ആദ്യമായിട്ടാണ് 8 Gen 5 ഉള്ള ഫോൺ, അല്ല നിങ്ങളും അങ്ങനെ തന്നെയായിരിക്കും ആദ്യമായിട്ടായിരിക്കും ഉപയോഗിക്കാൻ പോണത്. സംഭവം നന്നായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ UIയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ Oxygen 16 ആണ്. ഓബിയസ്ലി നല്ല UI ആണ്, നമുക്ക് വേറെ വിഷയമൊന്നുമില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, വളരെ സ്മൂത്തായിട്ട് എല്ലാ ഭാഗങ്ങളും ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഒട്ടനവധി ഫീച്ചേഴ്സ് വരുന്നുണ്ട്. പ്രത്യേകിച്ചും ആ പ്ലസ് കീ ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്, റിപ്പീറ്റ് ചെയ്യണോ? വേറെ ഒന്നുമല്ല, നമ്മുടെ സ്ക്രീനിൽ എന്ത് കണ്ടാലും എന്ത് വിഷയം ഉണ്ടെങ്കിലും ജസ്റ്റ് ഈ പ്ലസ് കീയിൽ ഒറ്റ ടാപ്പ് കൊടുത്താൽ മതി. ആ സ്ക്രീനിലെ ഫുൾ ഇൻഫർമേഷൻ അങ്ങനെ തന്നെ മൈൻഡ് സ്പേസിലേക്ക് സേവ് ചെയ്ത് വെക്കും. കൃത്യമായിട്ട് നമ്മൾ കൊടുത്ത ടാഗിലേക്ക് തന്നെ. സിനിമ എന്നൊരു ടാഗ്, മൂവീസ് എന്നൊരു ടാഗ് ഇട്ടിട്ടുണ്ടെങ്കിൽ മൂവിയുടെ ഇൻഫർമേഷനാണ് നമ്മൾ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ ആ സ്ക്രീൻഷോട്ടും എടുത്ത് വെക്കും, ആ വിവരങ്ങളും എഴുതി വെക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഒരു നോട്ട് നമുക്ക് സിമ്പിളായിട്ട് എടുക്കുക. എന്തിനെക്കുറിച്ചും ഒരു സാധനം കണ്ട ക്യാമറ എന്ന് നേർക്ക് പിടിക്കുക, പ്ലസ് കീ ഒരു പ്രസ് കൊടുക്കുക. അപ്പോൾ ആ വിവരങ്ങൾ കൃത്യമായിട്ട് നോട്ടാക്കി സേവ് ചെയ്ത് വെച്ചോളൂ. ഭയങ്കര യൂസ്ഫുള്ളായ സാധനമാണ്. പിന്നെ ജെമിനൈ പ്രസ് ചെയ്തുകൊണ്ട് ജെമിനൈയോട് മൈൻഡ് സ്പേസിൽ ഒരു വിവരമുണ്ട് സിനിമയെക്കുറിച്ച്, അതൊന്ന് എടുക്കാൻ പറഞ്ഞാൽ ജെമിനൈ വഴി എടുത്തു തരും. നമ്മൾ ആപ്പ് ഓപ്പൺ ചെയ്യുക പോലും വേണ്ട. അത് ഭയങ്കര ഒരു സൗകര്യമുണ്ട്. OnePlusൻ്റെ ഫോണുകൾ ഗംഭീരമാണ്. ഓപ്പോയുടെ ഫോണിലുണ്ട്, 5S9 Proയിലൊക്കെ ഉണ്ടായിരുന്നു. സോ അതൊരു അടിപൊളി ഫീച്ചറായിട്ട് എനിക്ക് തോന്നിയതാണ്. അത് ഇതിലുണ്ട്. പിന്നെ എല്ലാ AI ഫീച്ചേഴ്സും, റൈറ്റിംഗ് ടൂളൊക്കെ കംപ്ലീറ്റ് റൈറ്റിംഗ് ഫീച്ചേഴ്സ്, സോഷ്യൽ മീഡിയ പോസ്റ്റ് അക്കൗണ്ടാണുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വോയിസ് റെക്കോർഡറിൽ നമുക്ക് ട്രാൻസ്ക്രിപ്റ്റ് കാര്യങ്ങൾ എല്ലാം വരുന്നുണ്ട്. പിന്നെ കോൾ റെക്കോർഡിംഗ് പലരും ചോദിക്കാറുണ്ട്, ഇതുണ്ടോ? ഇതൊക്കെ OnePlusൽ ഭംഗിയായിട്ട് വർക്ക് ചെയ്യുന്ന കാര്യമാണ്. ഓട്ടോ കോൾ റെക്കോർഡിംഗ് ഉണ്ട്, മറ്റേ അനൗൺസ്മെൻറ്റ് ഇല്ലാത്ത നോർമലായ ഓട്ടോ കോൾ റെക്കോർഡിംഗ്. പിന്നെ പ്രൈവറ്റ് സ്പേസ്, നിങ്ങൾക്ക് ഫയലും കാര്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കണമെങ്കിൽ, എന്തെങ്കിലും പ്രൈവറ്റ് ആയിട്ട് സൂക്ഷിച്ച് വെക്കണമെങ്കിൽ അതിനുള്ള സൗകര്യങ്ങൾ, അങ്ങനെ എല്ലാ തരം സംഭവങ്ങളും. OnePlus ഫീച്ചർ റിച്ച് ആയ ഫോണാണ്. സോ അപ്പോൾ അതിൻ്റെ എല്ലാ ഫീച്ചറും ഞാൻ കുതിരുന്ന് എടുത്തെടുത്ത് പറയണ്ടല്ലോ. AI റേസർ അങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം ഉണ്ട്. സോ കംപ്ലീറ്റ് ഫീച്ചർ റിച്ച് ആയ Oxygen 16 ആണ് വരുന്നത്. അടിപൊളിയാണ്. ഇനി ഇതിൻ്റെ ബാറ്ററി നോക്കിയാൽ 7400 mAh ടോപ്പ് ലെവൽ ബാറ്ററിയാണ്. ഒരു വിഷയമില്ല, നല്ല ബാറ്ററി ലൈഫും കാര്യങ്ങളുണ്ട്. 80 വാട്ടിനെയാണ് ഫാസ്റ്റ് ചാർജിങ് വരുന്നത്. 120 വാട്ടൊന്നും ഇല്ല. ഒരു 40-50 രൂപ റേഞ്ചിലേക്ക് വരുന്ന ഒരു ഫോണാകുമ്പോൾ ഒരു 120 വാട്ടൊക്കെ കൊടുക്കാം. ഇവരുടെ ഒരു രീതി അനുസരിച്ച് ഓപ്പോ, OnePlus, Vivo ഒക്കെ 120 വാട്ടിലേക്ക് എത്തി. IQ ഒക്കെ 120 വാട്ടാണ്. സോ IQ തവണ മാറ്റിയല്ലേ. എന്തായാലും 80 വാട്ട് ഓക്കെയാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ ഇവിടെ ഉപയോഗിക്കുന്നത് 45 വാട്ടൊക്കെയാണ്. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ സൂപ്പർ ഫാസ്റ്റ് ചാർജിങ് ആണ് എനിക്ക്. ബട്ട് എന്നാലും അത് അറിഞ്ഞിരുന്നോളൂ. അപ്പോൾ 80 വാട്ട് ചാർജിങ് ആണ്. പിന്നെ ഒരു കാര്യം, വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ല, ഈ കേസൊക്കെ ഉണ്ട്, ഇതിൽ മാക്സേഫിൻ്റെ ആ ഒരു സെറ്റപ്പ് ഒക്കെ ഉണ്ടെന്ന്. അപ്പോൾ ഇതെന്തിനാണ് വയർലെസ് ചാർജിങ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് നമുക്കിങ്ങനെ വെറുതെ ഈ സ്റ്റാൻഡൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യാം. മാക്സേഫ് ആക്സറികൾ ഉപയോഗിക്കാൻ ആണ് ഈ ഒരു കേസിൻ്റെ ഉപയോഗം വരുന്നത്. അല്ലാണ്ട് കണ്ട് ഇതുകൊണ്ട് നമുക്ക് വയർലെസ് ചാർജിങ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. അപ്പോൾ അതൊന്ന് അറിഞ്ഞിരിക്കുക. അപ്പം ഞാൻ തുടക്കത്തിൽ ഈ മാക്സേഫ് കേസിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും വയർലെസ് ചാർജിങ് ഉണ്ടെന്ന്. അതില്ല. അപ്പോൾ അതൊന്നും അറിഞ്ഞിരിക്കുക. നല്ല കേസാട്ടോ. സോ അപ്പോൾ അങ്ങനെയാണ് ബാറ്ററി ആൻഡ് ചാർജിങ്. ഇനി ഇതിൻ്റെ ക്യാമറയാണ് നമുക്ക് പറയാനുള്ളത്. ബാറ്ററിയുടെ കാര്യം പിടി കിട്ടിയല്ലോ. ക്യാമറയെക്കുറിച്ച് പറയുമ്പോൾ 1-2 ഒരു കാര്യങ്ങൾ പറയാനുള്ളത്. ക്യാമറ ക്വാളിറ്റി കുഴപ്പമില്ല. 50 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറയുടെ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റിയാണ്. ഞാൻ ഇൻഡോറും ഔട്ട്ഡോറും ഒക്കെ എടുത്ത ഫോട്ടോസ് ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നന്നായിട്ടുണ്ട്. OnePlus നല്ല പണിയാണ് ചെയ്തിരിക്കുന്നത്. എനിക്കിഷ്ടപ്പെട്ടു. പക്ഷേ അടുത്ത ഒരു ഇഷ്യൂസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇഷ്യൂ അല്ല, മിസ്സിംഗ് ആണ്. 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയുള്ളൂ. 50,000 താഴെ വരുന്ന ഫോണിൽ 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറ എന്ന് പറയുമ്പോൾ പോരാ. കുറച്ചും കൂടിയൊക്കെ നല്ല മെഗാപിക്സലുള്ള ക്യാമറകൾ കൊടുക്കാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. മാത്രമല്ല ഇവിടെ ഡുവൽ ക്യാമറയാണ്. 50 മെഗാപിക്സൽ മെയിൻ ക്യാമറയും 8 മെഗാപിക്സലിൻ്റെ വൈഡ് ആംഗിൾ ക്യാമറയും. ടെലിഫോട്ടോ ലെൻസ് ഒന്നും ഇല്ല. 50,000 ഫോണിൽ വരുമ്പോൾ ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ വേണ്ടതാണ്. അപ്പോൾ അതും ഇല്ല. അപ്പോൾ ഈ 2 കാര്യങ്ങളാണ് എനിക്കൊരു മിസ്സിംഗ് ആയിട്ട് തോന്നിയത്. വൈഡ് ആംഗിൾ ക്യാമറ കുറച്ച് മെഗാപിക്സൽ കൂട്ടാമായിരുന്നു. അതേപോലെ കുറച്ചും കൂടി നല്ല ഒരു ഒരു ടെലിഫോട്ടോ ലെൻസൊക്കെ കൊടുക്കാമായിരുന്നു. അപ്പോൾ അത് രണ്ടും ഇല്ല. കഴിഞ്ഞ വർഷം 13R ടെലിഫോട്ടോ ലെൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് എടുത്ത് പറയാൻ കാരണം. അപ്പോൾ ഒരു ഡൗൺ ഗ്രേഡ് അല്ലേ എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തെറ്റില്ല. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ 120 FPS വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. 4K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന തരത്തിലുള്ള വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യാം. അത്യാവശ്യം നല്ല ക്വാളിറ്റിയാണ്. ഉള്ള സെറ്റപ്പും നല്ല ക്വാളിറ്റിയാണ്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 32 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ്. അതിൽ 4K 60 FPS വീഡിയോ ഷൂട്ട് ചെയ്യാം.
4K റെക്കോർഡിംഗ് നല്ല സ്മൂത്തായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഉള്ള സെറ്റപ്പ് ഫോട്ടോസ് ആയാലും വീഡിയോസ് ആയാലും ഒക്കെ വന്നിട്ട് നന്നായിട്ട് കൊടുത്തിട്ടുണ്ട്. ആകെ ഈ 2 കാര്യങ്ങൾ മാത്രമാണ് അവർ ഒഴിവാക്കിയിരിക്കുന്നത്. കോസ്റ്റ് കട്ടിങ് ആയിരിക്കും, കാരണം ഇപ്പോൾ ഈ പ്രൊസസ്സറുകൾക്ക് വില കൂടി, എല്ലാ ഫോണുകളും ഭയങ്കര റേറ്റ് കൂടിപ്പോയി, നമുക്കറിയാമല്ലോ. അപ്പോൾ ആ ഒരു റേറ്റ് കൂടുതലിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെ അവർ പറഞ്ഞിട്ടൊന്നുമില്ല, ചിലപ്പോൾ അതായിരിക്കാം. പിന്നെ AI ഫീച്ചേഴ്സ് അത് ഇത് ഒരുപാട് കാര്യങ്ങൾ വന്നല്ലോ ഫോണിൽ. അപ്പോൾ അതുകൊണ്ട് ഇത് രണ്ടെണ്ണമായിരിക്കും അവർ കുറയ്ക്കാൻ കണ്ടെത്തിയ ഒരു ഭാഗം. നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത്? ഇപ്പോൾ ക്യാമറയ്ക്കൊക്കെ പ്രയോറിറ്റി കൊടുക്കുന്ന ആൾക്കാരാണെങ്കിൽ 13R അല്ലേ നല്ലത് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ വരും. അത് നിങ്ങളുടെ കാഴ്ചപ്പാടാണ് കേട്ടോ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഫോണിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നന്നായിട്ടുണ്ട്. സോ അപ്പോൾ അത്രയുമാണ് ഈ ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ ഞാൻ കോളും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കി, വേറെ വിഷയമൊന്നുമില്ല. 13 5G ബാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. 4x4 മെമോ ടെക്നോളജി, Wi-Fi 7, Bluetooth 6, NFC എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതിൻ്റെ കൃത്യമായ പ്രൈസ് എനിക്കിപ്പോഴേക്ക് അറിയില്ല, അറിയുന്ന വഴിക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. സോ അപ്പോൾ ഇതാണ് OnePlus 15R എന്ന ഫോൺ നമ്മുടെ കയ്യിൽ കിട്ടി. നമ്മൾ 1-2 ദിവസം ഒന്ന് ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കുമ്പോൾ കണ്ട കാര്യങ്ങൾ. കൂടുതൽ വിശദമായ ഒരു ഡീറ്റെയിൽ റിവ്യൂ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് നോക്കിയിട്ട് ചെയ്യും, അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ച്. പ്രശ്നമൊന്നും വരാൻ വഴിയില്ല സെറ്റപ്പ് കണ്ടിട്ട്. നല്ല സെറ്റപ്പാണ്. OnePlus ഫോണുകൾ ഓൾറെഡി നല്ല ഫോണുകളാണ്. എങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യും. സോ അപ്പോൾ അതാണ് OnePlus 15R എന്ന ഫോണിൻ്റെ ഒരു ഡീറ്റെയിൽഡ് അൺബോക്സിംഗ് വിത്ത് പ്രോസ് ആൻഡ് കോൺസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോ കാണാം.